പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ശനിയാഴ്ച അതായത് നാളെ അമാവാസിയും ശനി ജയന്തിയും ശനിയാഴ്ചയും ഒരുമിച്ച് ഉള്ള ഒരു ദിവസമാണ്. ഈ ദിവസം ഭൂമിയിൽ അത്യപൂർവമായ ഊർജ്ജപ്രവാഹം ഉണ്ടാവും. ഈ ദിവസം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമതായിട്ട് മദ്യപാനം പാടില്ല. മദ്യം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇന്നേ ദിവസം മാറ്റിവെക്കുക. രണ്ടാമത് മത്സ്യമാംസാദികൾ നോൺ വെജ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് കോഴിമുട്ട പോലും നാളെ കഴിക്കാൻ പാടില്ല. ഇതെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതാണ് നാളത്തെ ദിവസം ഒഴിവാക്കാൻ പറ്റാത്തവരാണെങ്കിൽ നാളത്തെ ദിവസം മാത്രം ഒഴിവാക്കാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ട് ആരോടും ദേഷ്യവും വാശിയും വെറുപ്പൊന്നും വെച്ച് നിൽക്കാതിരിക്കുക. ആരെയും വെറുപ്പിക്കാതെയും ആരോടും വാശിയും ദേഷ്യവും ഒന്നും നിങ്ങൾ കൂടരുത്. മാത്രമല്ല വഴക്കിടാനും പാടില്ല. ഇന്നത്തെ ദിവസം മറ്റുള്ളവരുമായിട്ട് വഴക്കിടാനോ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. പിന്നീട് മറ്റൊരു കാര്യം, പണം കടം വാങ്ങാൻ പാടില്ല. പണം കടം കൊടുക്കാനും പാടില്ല, കടം വാങ്ങാനും പാടില്ല. അങ്ങനെ വാങ്ങിയ ആളുകളാണെങ്കിൽ നിങ്ങൾ ആ പണം തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞ് അവരെ വെറുപ്പിക്കാനും നാളത്തെ ഒരു ദിവസം പാടില്ല. മറ്റൊരു കാര്യം, കീറിയ വസ്ത്രങ്ങൾ ഒഴിവാക്കണം. നാളത്തെ ദിവസം കീറിയതും മുഷിഞ്ഞതുമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം. അതുപോലെ തന്നെ പൊട്ടിയ ചെരുപ്പും വൃത്തിയില്ലാത്ത ചെരുപ്പും ഒക്കെ ആണെങ്കിലും ഒഴിവാക്കണം. കാല് നല്ല വൃത്തിയായിട്ട് നാളത്തെ ദിവസം സൂക്ഷിക്കേണ്ടതാണ്. ഇനി മന്ത്രവാദം പോലെയുള്ള ദുഷ്കർമ്മങ്ങളും ചെയ്യരുത്. മന്ത്രവാദം നല്ലതാണ്, ചില മന്ത്രവാദങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ ദുർമന്ത്രവാദങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കേണ്ടതാണ്. പിന്നെ മറ്റുള്ളവരോട് അസൂയ ഒരിക്കലും പാടില്ല. നാളത്തെ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് അസൂയ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് മാറ്റിവെച്ച്, അസൂയ ആരോടെങ്കിലും വെറുപ്പോ ദേഷ്യമോ അസൂയോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ നാളത്തെ ഒരു ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത്, എപ്പോഴും അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് നാളെ ഇരിക്കരുത്. അസുഖമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല. നെഗറ്റീവ് കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് നല്ല ചിന്തകളോട് കൂടിയിട്ട് നാളത്തെ ദിവസം ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത ആയുധങ്ങൾ, മൂർച്ചയേറിയതൊക്കെ ആയിട്ടുള്ള പല ആയുധങ്ങളും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിൽ നാളെ അത് കുറയ്ക്കുക. പല രീതിയിലുള്ള അപകട സാധ്യതയും വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെ കാർമിക് സൈക്കിൾ അനുസരിച്ച്, കാർമിക് ചക്രം അനുസരിച്ച് പല അപകടങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിവതും മൂർച്ചയേറിയ ആയുധങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അടുത്തത്, നഖം മുറിക്കാൻ പാടില്ല. നാളെ ഒരു ദിവസം നിങ്ങൾ നഖവും മുറിക്കാൻ പാടില്ല. നഖം മുറിക്കുന്നത് മാത്രമല്ല മുടിയും മുറിക്കാൻ പാടില്ല. ശരീരത്തിലെ രോമങ്ങളും ഒന്നും മാറ്റാനും പാടില്ല. അപ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണോ അങ്ങനെ തന്നെ വൃത്തിയോടെയും ശുദ്ധിയോടെയും സൂക്ഷിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് നാളെ. മൃഗങ്ങളെയും പക്ഷികളെയും ഒന്നും ഉപദ്രവിക്കാതിരിക്കുക. ഒരു ജീവനുള്ള വസ്തുക്കളെയും ഉപദ്രവിക്കാതിരിക്കുന്നതാണ് നാളെ നല്ലത്. നാളെ ഒരു ജീവികളെ നിങ്ങൾ കല്ലെറിയാനോ ഓടിക്കാനോ കൊല്ലാനോ ഒന്നും ശ്രമിക്കരുത്. അവരോട് സ്നേഹപൂർവ്വം അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ പറ്റുമെങ്കിൽ നൽകുന്നതും വളരെ നല്ലതാണ്. കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതും അത്യുത്തമമായിട്ട് കരുതപ്പെടുന്നു. അത് മാത്രമല്ല, വീട്ടിൽ കാക്ക വരുന്നതും നാളത്തെ ദിവസം കാക്ക വരുന്നതും ശനിദേവന്റെ ആഗമനത്തെ സൂചിപ്പിക്കുന്നു. നാളെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അസ്തമയ സമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്തോട് അടുപ്പിച്ചിട്ട് ആരും കിടക്കരുത്. സന്ധ്യാസമയത്തും അസ്തമയ സമയത്തും നാളെ കിടക്കരുത്. എത്ര അസുഖബാധിതരായാലും നാളത്തെ ആ സന്ധ്യാസമയത്തും അസ്തമയ സമയത്തൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സമയത്ത് ഈശ്വരനെ പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കണം. ശിവഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും നാളെ ആരും അനാവശ്യ കാര്യത്തിനായിട്ട് കുറ്റപ്പെടുത്തുകയോ ദോഷം പറയുകയോ ദൈവത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ദോഷം പറയുകയോ ഒന്നും ചെയ്യരുത്. നാളത്തെ ദിവസം അവർക്കും വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. നാളത്തെ ദിവസം കുളിച്ച് ഭഗവാന് എള്ളുതിരി കത്തിക്കുന്നതോ അല്ലെങ്കിൽ എള്ളെണ്ണ വെച്ചിട്ട് വിളക്ക് വെക്കുന്നതോ അത്യുത്തമമാണ്. കരിമ്പട്ട വസ്ത്രം ധരിക്കുന്നതും ദാനം ചെയ്യുന്നതും നല്ലതാണ്. കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. ശനീശ്വരന്റെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കുന്നതും ദർശനം നടത്തുന്നതും പൂജകൾ ചെയ്യുന്നതും എല്ലാം തന്നെ അത്യുത്തമമായിട്ട് കരുതപ്പെടുന്നു. എള്ളെണ്ണ ദീപം, എള്ളുതരി ഇതൊക്കെ അമ്പലത്തിൽ കത്തിക്കുന്നതും ഉത്തമമാണ്. ശനിദോഷം മാറിക്കിട്ടാനും ഈ ദിവസം ഉത്തമമായിട്ടുള്ള ദിവസമാണ്. ശനി ഭഗവാന് നീല നിറത്തിലുള്ള പുഷ്പം അർപ്പിക്കുന്നതും ഇന്നത്തെ ദിവസം ഉത്തമമായി കണക്കാക്കുന്നു. ഓം ശം ശനീശ്വരായ നമ എന്ന മന്ത്രം, ശനീശ്വര മന്ത്രം 108 പ്രാവശ്യമോ അല്ലെങ്കിൽ 1008 പ്രാവശ്യമോ ഒക്കെ ഉരുവിടുന്നത് അത്യുത്തമമായിട്ട് ഇന്നത്തെ ദിവസം കരുതപ്പെടുന്നു. കാര്യതടസ്സവും കർമ്മദോഷമുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ശനിദോഷമുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ മന്ത്രം ഉരുവിടുന്നത് ഇന്നത്തെ ദിവസം അത്യുത്തമമായിട്ടാണ് കരുതപ്പെടുന്നത്.
ഒരു നേരം ആഹാരം കഴിക്കാൻ ഇല്ലാത്ത ആളുകളെ സഹായിക്കുന്നതും പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും പ്രത്യേകിച്ച് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഇന്നത്തെ ദിവസം നല്ലതാണ്.